ഖലീഫ ഉമറിന്റെ കാലത്ത് ഒരിക്കൽ ഒരു വിദേശ യുവാവ് മദീനയിലെത്തി. അവിടെ വെച്ച് ഒരാളുമായി തർക്കമുണ്ടാവുകയും അത് അബദ്ധവശാൽ സ്വദേശിയുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇസ്ലാമിക ശരീഅത്ത് നിയമം അനുസരിച്ച് കൊലയ്ക്ക് വധശിക്ഷയാണ് ലഭിക്കുക. അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ മാപ്പ് നൽകുകയോ വേണമെങ്കിൽ പ്രതിയിൽ നിന്നും വലിയൊരു തുക ബ്ലഡ് മണി സ്വീകരിക്കുകയോ ചെയ്യാം. ഇവിടെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ 2 മക്കളും ഒരു നിലയ്ക്കും പ്രതിക്ക് മാപ്പ് നൽകാൻ ഒരുക്കമായില്ല. അതോടെ വധശിക്ഷ നടപ്പാക്കാൻ ജഡ്ജി ഉത്തരവിട്ടു. അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ എന്ന് പ്രതിയോട് ചോദിച്ചപ്പോൾ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് വരാൻ ഒരാഴ്ച സമയം നൽകണമെന്ന് അയാൾ പറഞ്ഞു. മദീനയിലെ ആരെങ്കിലും ജാമ്യം നിന്നാൽ അത് അനുവദിക്കാമെന്ന് ജഡ്ജി പറഞ്ഞു. ആരും മുന്നോട്ട് വരാഞ്ഞത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യൻ അബൂദർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. അദ്ദേഹം വൃദ്ധനായിരുന്നു. അതുകണ്ട് ജഡ്ജി പറഞ്ഞു, അബൂദർ, താങ്കൾ ഇന്ന് അവശേഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യരിൽ പ്രമുഖനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത പുതുതലമുറയ്ക്ക് താങ്കളുടെ സേവനം ആവശ്യമാണ്. അതിനാൽ ഒന്നുകൂടി ആലോചിക്കുക. ആലോചിക്കാൻ ഒന്നുമില്ല. ഞാൻ പ്രതിയെ വിശ്വസിക്കുന്നു. പ്രതി വന്നില്ലെങ്കിൽ താങ്കളെ തൂക്കിലേറ്റേണ്ടി വരും എന്നറിയാമല്ലോ. അറിയാം. ഞാൻ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ശാന്തനായി മറുപടി പറഞ്ഞു. യുവാവ് തൻ്റെ നാട്ടിലേക്ക് പോയി. ഒരാഴ്ചയായിട്ടും പ്രതിയെ കാണുന്നില്ല. സമയം തീർന്നതും ഖലീഫ ഉമറിന്റെ സാന്നിധ്യത്തിൽ വധശിക്ഷയ്ക്കായി അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തി. തന്റെ സഹപ്രവർത്തകനെ രക്ഷിക്കാൻ ഖലീഫ ഉമർ അശക്തനായിരുന്നു. തൂക്കുകയർ അബൂദറിന്റെ കഴുത്തിലേക്കിട്ടതും ആ വിദേശ യുവാവ് ഓടിക്കിതച്ചു വന്നു. അരുത്, അദ്ദേഹത്തെ കൊല്ലരുത്, ഞാൻ വന്നു. എല്ലാവരും സ്തബ്ധരായി. യുവാവ് കാര്യങ്ങൾ വിശദീകരിച്ചു. കുഞ്ഞിന് സുഖമില്ലായിരുന്നു, അതാണ് വൈകിയത്. ഖലീഫ ഉമർ അബൂദറിനോട് ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് താങ്കൾ ജാമ്യം നിന്നത്? ഈ യുവാവ് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ? അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. യുവാവിനോട് ഖലീഫ ചോദിച്ചു, താങ്കൾ ആരെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ല, പിന്നെന്തിനു മരണം സ്വീകരിക്കാൻ തിരിച്ചു വന്നു? യുവാവ് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കെ വിശ്വസിച്ച ആളെ വഞ്ചിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാനും ആഗ്രഹിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന മരണപ്പെട്ട ആളുടെ മക്കൾ പറഞ്ഞു, ഞങ്ങൾ പ്രതിക്ക് മാപ്പ് നൽകുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവർ ഇല്ല എന്ന അവസ്ഥ വരരുത് എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ കഥ മനുഷ്യത്വത്തെ ഓർത്ത് സുമനസ്സുകൾക്കായി ഷെയർ ചെയ്യുന്നു. മനുഷ്യത്വം ഇല്ലാതാകുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കും. ദാറ്റ്സ് ഇറ്റ്. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക.